ഞാൻ സ്റ്റഡിയാടാ. അപ്പൊ ഞാനോ? എന്നെ പിടിക്കണ്ടാ. അവൻ പിടിക്കില്ല. ആരാ വേലിയിട്ടേക്കണ ഇവിടെ? അത് വേല് മതിലാണ്. ടോർച്ചെടുക്കണ ആരാ മോളിന്ന്? അത് ചന്ദ്രേട്ടനാ. അപ്പൊ നമുക്ക് കാലത്ത് കാണാം. കുഷ്ണേറ്റ്. ഓക്കെ. വിളിച്ചാടാ രാഘവ. വീട് മാറിപ്പോടാ. വാ. ഇത് എന്റെ വീട് തന്നെയാ. അപ്പൊ ഈ പെണ്ണ? അത് എന്റെ ഭാര്യ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ അകത്ത് കൂടി. പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. സോറി. ആ രാഘവ, എന്തേ? ഞാൻ ഒരു കാര്യം മറന്നുപോയി. ചൂളൽ ആരുമില്ല. നീ അവിടെ പോയി കാവല് കിടക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ പോണോ? ഓടാ പന്നി. എന്താ പറഞ്ഞു? ഓടാ പന്നി. അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഗം പോവും. മാറേ. നീ എന്താടാ വിചാരിച്ച? എനിക്ക് ആത്മാർത്ഥത ഇല്ലതാ. മഹാഭാരതത്തിലെ കർണനാടാ. കവിത പൊളിച്ചു നോക്കടാ. നീ ചൂളെ കാവല് കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവല് കിടക്കോടാ. വല്ലപേട്ടന്റെ വിശാല മനസ്സ് നീ മനസ്സിലാക്കണം. സോറി വല്ലപേട്ട. നോക്കണേ, വല്ലപേട്ടന്റെ വിശാല മനസ്കത മനസ്സിലായി. ഈ വല്ലപേട്ടനെ എനിക്ക് മനസ്സിലായി. മറക്കില്ല ഞാൻ. അത് മതിയടാ. ഞാൻ മറക്കില്ല. ഞാൻ ധൈര്യശാലിയാ. ഞാനിവിടെ ഉണ്ടാ ഇവിടെ. നിക്ക്. നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരരുത്. അപ്പൊ ചായ കുടിക്കാനോ? ഞാൻ കൊണ്ടുവരാടാ. മധുരം വേണ്ട. അപ്പൊ ശരി, കാലത്ത് കാണാം. ഞാൻ വരില്ല. അപ്പൊ ശരി, കാലത്ത് കാണാം. പാടും ഞാൻ തന്നെ പറഞ്ഞായിരിക്കും. പാമ്പു വന്നേ. പാമ്പ് പ്രേതമായിട്ട് വന്നെ. ആരാത്? ആരാത്? പാമ്പാണോ? ആരാ? പേടിപ്പിക്കുന്ന മനുഷ്യനാ. ഇതാ ഭാർഗവിയുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അവൾ ഈ പണി തുടങ്ങിയ ഒരുത്തൻ അവളുടെ വീട്ടിലേക്ക് കയറി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വല്ലഭന്റെ കണ്ണായതുകൊണ്ടാ ഞങ്ങൾക്ക് സംശയം. വല്ലവന്റെ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണാണ്. അത് ശരിയാ. അതല്ല വല്ലപേട്ട, ചേട്ടൻ ഭാർഗവിയുടെ വീട്ടിൽ പോയത്? തെങ്ങ് കയറാൻ. അവിടെ അടുത്തല്ലേ രാഘവന്റെ വീട്. അതും ശരിയാ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അടിച്ചിട്ട് അണപ്പല്ല എടുക്കും ഞാൻ. ഇവനെന്റെ കസിൻ ബ്രദറാ, അറിയോ? അതും ശരിയാ. ഓ, നിന്റെ ഒടുക്കത്തെ ഒരു ശരി മിണ്ടായിരുന്നോണം. അല്ലെങ്കിൽ സത്യം പറയുന്നവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനമില്ല. അതെ, നിങ്ങൾ ഇന്നേ വരെ സത്യം പറയാത്തോണ്ടാ ആരും വിശ്വസിക്കാത്തത്. എന്തായാലും ഭാർഗവി കാരണം നമ്മുടെ ഗ്രാമം പച്ചപിടിക്കാൻ തുടങ്ങി. വിദേശ നാണയം കിട്ടുന്ന തൊഴിലല്ലേ അവള് കണ്ടുപിടിച്ചത്. എന്ത് പണി അവള് കണ്ടുപിടിച്ചത്? അയ്യേ, അവൾ അതും തുടങ്ങി. എന്നാലൊന്ന് ചോദിക്കണം. വെറുതെ കിട്ടൂല, കാശും കൊണ്ട് പോണം, എന്നാ തരും. നാട്ടുകാരായ നമ്മൾ ഇനി എങ്ങനെ തല ഉയർത്തി നടക്കും? ഈ തലയിൽ ഇതിൽ കൂടുതൽ വല്ല കൊണ്ട് ഉയർത്താൻ. അത് ശരിയാ. എന്തായാലും നമുക്ക് അവളോടൊന്ന് ചോദിക്കണം. കസിൻ ബ്രദറെ, ചോദിക്ക്. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? വീട്ടുവിശേഷം അറിയാൻ വന്നതല്ല. നീ ഒരുത്തനോട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ? അവനൊന്ന് കാണാൻ വന്നതാ. ഞാനാരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. നീ വലിയ ശീലാവതി ഒന്നും ചമയണ്ട. നീ ഒരു പിഴയാണെന്ന് ഞങ്ങൾക്കറിയാം. തോന്നിയസം പറഞ്ഞ അടിച്ചെന്റെ കരണക്കുറ്റി ഞാൻ പോയിക്കും. അതിനിത്ര ചൂടാനെന്തിരിക്കുന്നു? മുത്തശ്ശി, സത്യമായിട്ട് ഞാൻ കണ്ടതാ. ചോദിക്ക്. ഭാർഗവി, സത്യമാണോ പറയുന്നേ? ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഇവിടെ കയറി വന്ന ആ മനുഷ്യൻ എന്റെ ആരുമല്ല, ഈ ഗ്രാമത്തിന്റെ രക്ഷകനാ. ഒന്നിങ്ങോട്ട് മാറിക്കേ. ഇല്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എങ്ങനെ ഉണ്ടായി? മുത്തശ്ശി, വിശ്വസിക്കരുത്. ഇവൾ അടവ് മാറ്റി ചവിട്ടേണ്. മര്യാദക്ക് അവൻ എങ്ങനെ പുറത്തേക്ക് വിടറേ. എന്റെ കൈ രണ്ട് തരിക്കാണ്. അവൻ ആളെങ്ങനെ? സ്വാമി ധ്യാനത്തിലാ. 3 ദിവസം കഴിഞ്ഞു ഉണരൂ. സ്വാമിയാ? അടിച്ചവന്റെ അണപ്പല്ലിയാൻ തെറിപ്പിക്കും. 3 ദിവസത്തിനുള്ളിൽ അവൻ രക്ഷപ്പെടുത്തി വിടാനല്ലേ? ഇറക്കി വിടറേ. വേണ്ട വല്ലഭ, സ്വാമിയെ ഉണർത്തണ്ട. അവൻ സ്വാമിയല്ല, ആസാമി. ഇറക്കി വിടടി, ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറി പൊക്കും. താൻ ഒറ്റയ്ക്കാ? നീയുണ്ടായിരുന്നോണം. വിശ്വാസം ഇല്ലല്ലേ? നിങ്ങൾക്ക് കാണണോ? കാണിച്ചു തരാം.
ഈ വേഷത്തിൽ നമ്മളെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. എങ്കിൽ ഇനി ഇതൊരു തൊഴിലായിട്ട് കണ്ടിന്യൂ ചെയ്താലോ? അത് ശരിയാ, പോലീസിലായിരുന്നപ്പോഴും കൈനീട്ടിയാണല്ലോ ശീലം. പക്ഷെ അതിനും മെച്ചം ഇതാ അല്ല ആളാണ് ആക്ടിങ് ആക്ടിങ്. അടിപൊളി പീസ് അല്ലേ? അയ്യോ, പെങ്ങളെ തരുവോ? അതല്ല, കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോന്നോ? പോയി കോരി കുടിക്ക്. ഇങ്ങനെ വാ. പെണ്ണുങ്ങളെ കാണുമ്പോ ഉള്ള നിന്റെ ഈ ആക്രാന്തം കാരണം ഇപ്പൊ എനിക്ക് മനസമാധാനമായിട്ട് മൂത്രമൊഴിക്കാനും വയ്യാണ്ടായി. അയ്യടാ, ഞാൻ പറഞ്ഞു മൂത്രം ഒഴിക്കണ്ടെന്ന്. ആ അതല്ല, അന്ന് കിട്ടിയ ഇടിയുടെ കൂട്ടത്തിൽ ഒരിടി ആ സ്ഥാനത്തായിപ്പോയി. നന്നായി. ആ സ്ഥാനമാണല്ലോ നിന്റെ എല്ലാത്തിനും പ്രശ്നം. ഇനി ഇത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് നിന്നെ ധൈര്യമായിട്ട് എവിടെ വേണേലും കൊണ്ട് നടക്കാം. നിന്റെ ഈ ഓവർ വർക്കിംഗ് കണ്ടീഷനാ എന്റെ പേടി. നട നട വാ. ആക്ടിങ് ആക്ടിങ്. വല്ലതും തായോ? അയ്യാ വയ്യേ, വല്ലതും തായേ. മൂക്കില്ല പൈതങ്ങൾക്ക് വല്ലതും താഴെ. അയ്യോ രാഘവന്റെ ബന്ധുക്കൾ ആരണ്ട് വരുന്നുണ്ട്. അയ്യോ ആ പിച്ചക്കാരാ അയ്യോ ദേ ഒരുമാതിരി ചെറ്റ വർത്താനം പറയരുതാ. ചെറ്റ കൊണ്ട് പിന്നെ BBC ന്യൂസ് പറയാൻ പറ്റുമോ? അയ്യാ പിന്നെ ആരാത്? അയ്യോ. അവര് നമ്മളെ അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടാൻ തയ്യാറെടുത്ത് നടക്കാം. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. ഹലോ, ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഈ കൈ എവിടെ വെച്ച് കാണാൻ വഴിയില്ല. ഇത് ജനിച്ചപ്പോ തൊട്ട് ഇവിടെ തന്നെയാണ്. ഇതും ഒരു പഞ്ചാബിയുടെ മണം. പഞ്ചാബിലും പണ്ട് ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. എന്താണാവോ ഇവിടെ കാര്യം? അതെ, തെണ്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഏ, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. മൈക്കിൽ കൂടെ ആയിരിക്കും. അതും ജന്മന എന്റെ കൂടെ ഉള്ളതാ. അതാണോ മൈക്ക് മുഖത്ത് കെട്ടി നടക്കുന്നത്? ഇത് മൈക്കല്ല, ആന്ത്രാക്സാ. ആന്ത്രാക്സ് ഇവിടെ ഒന്നും വന്നില്ലേ? പുള്ളിക്കാരൻ വന്നില്ല, ഒരു ആൻഡ്രൂസ് വന്നിരുന്നു. ഇനി അവനാണോ നമ്മുടെ ആള്? അവന് താടിയുണ്ട്. എന്നാ ഇവനായിരിക്കും. ഇവനാ? എവനോ? നല്ല ശരീരമാണല്ലോ, പിന്നെ എന്തിനാ ഈ വടി? വടി പിടിച്ചതാ മെരിയാൻ വേണ്ടിയില്ല. അതൊക്കെ പിന്നെ പറയാം, വന്ന കാര്യം പറ. പിച്ചപ്രസ്ഥാനം ആഗോളവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് കൊള്ളാലോ. അതിനു വേണ്ടി കുറച്ച് പിച്ചച്ചട്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നു. രാഘവ, ഈ തൊട്ടികൾക്ക് 2000 ചട്ടി കൊടുത്തേക്ക്. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ പുതുതായിട്ട് ആരെങ്കിലും താമസിച്ചു വന്നിട്ടുണ്ടോ? ഇവനാണോ? ഈ തണ്ടിയല്ല, പിന്നെ കണ്ടാ നിങ്ങളെ പോലിരിക്കും. ഒരു 7 അടി പൊക്കം, 2 അടി കുറയും, ഒത്ത ശരീരം, നല്ല സൗന്ദര്യം. പക്ഷേ നിങ്ങൾക്ക് ഇല്ലാത്ത ഒന്ന് അയാൾക്കുണ്ട്. അതെന്താ? ബുദ്ധി. കണ്ട, ഞാൻ പറഞ്ഞില്ല അതില്ലാന്ന്. അതിന് ജന്മഗുണം വേണം. നിങ്ങൾക്ക് അതിന്റെ കണിക പോലും ഇല്ലല്ലോ. അതെന്താ? പോയി കുടുംബത്തിൽ പറക്കണോ? അടിയാശാനെ ഇവര് പിച്ചക്കാരല്ല. പിച്ച കണ്ടു, പിച്ച ചട്ടിയെ കണ്ടു.